ഗ്യാലറികൾ RCB എന്ന് അലറി വിളിക്കുമ്പോൾ ആൾക്കൂട്ടത്തിന് നടുവിൽ തല ഉയർത്തി നിൽക്കുന്ന സ്മൃതി മന്ദാന വെറും ഒരു ക്യാപ്റ്റൻ ആയിരുന്നില്ല, തകർക്കാൻ നോക്കിയ വിധിക്ക് മുന്നിൽ പൊരുതി ജയിച്ച സാമ്രാജ്യത്തിന്റെ പടനായികയായിരുന്നു. വിവാദങ്ങളുടെ ചളിക്കുണ്ടിലേക്ക് വലിച്ചിഴച്ചവർക്കും കരിയർ അവസാനിച്ചെന്ന് വിധി എഴുതിയവർക്കും മുന്നിലൂടെ ആ കനക കിരീടം ഉയർത്തിപ്പിടിച്ച് അവൾ നടന്നു നീങ്ങിയപ്പോൾ ചരിത്രം വഴിമാറി നിന്നു. ലോകകപ്പ് ജയത്തിന് ശേഷം പടിവാതിക്കലെത്തിയ വിവാഹം മുടങ്ങിയപ്പോഴും വ്യക്തിജീവിതം പരസ്യ വിചാരണയ്ക്ക് വിധേയമായപ്പോഴും സ്മൃതി മൗനം പാലിച്ചു. പക്ഷെ ആ മൗനത്തിന് 204 റൺസ് ലക്ഷ്യത്തിന്റെ വീര്യമുണ്ടായിരുന്നു. ക്രിക്കറ്റാണ് എനിക്കെല്ലാം എന്ന് വിളിച്ചു പറയുമ്പോൾ അതൊരു പ്രഖ്യാപനമായിരുന്നു. തകർക്കാൻ നോക്കുന്നവർക്ക് മുൻപിൽ തളരാതെ നിവർന്നു നിൽക്കുമെന്ന പ്രഖ്യാപനം. RCBക്ക് വേണ്ടി ഡൽഹിയുടെ 204 റൺസ് വിജയലക്ഷ്യം പിന്തുടരാൻ ഇറങ്ങിയപ്പോൾ സ്മൃതിയുടെ കണ്ണുകളിൽ കണ്ടത് വിജയം മാത്രമായിരുന്നു. 41 പന്തിൽ 87 റൺസ്, 12 ഫോറുകൾ കൊണ്ട് ഫീൽഡർമാരെ കാഴ്ചക്കാരാക്കിയും 3 പടുകൂറ്റൻ സിക്സറുകൾ കൊണ്ട് ഗ്യാലറിയെ പ്രകമ്പനം കൊള്ളിച്ചും അവൾ ആറാടി. വിമർശകർക്ക് മറുപടി നൽകാൻ അവൾക്ക് വാക്കുകൾ വേണ്ടിയിരുന്നില്ല. ആ ബാറ്റിൽ നിന്നുള്ള ശബ്ദം മാത്രം മതിയായിരുന്നു. 9 മത്സരങ്ങളിൽ നിന്ന് 377 റൺസുമായി ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കുമ്പോൾ അത് കേവലം ഒരു നേട്ടമായിരുന്നില്ല. വ്യക്തി ജീവിതത്തിലെ കറുത്ത അധ്യായങ്ങൾ വലിച്ചെറിഞ്ഞ് കിരീടം ചൂടിയ രാജ്ഞിയുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു.